ക്രൈസ്തവ സഭാ മേലധ്യക്ഷരെ അവഹേളിക്കുന്ന മന്ത്രിമാരും അവർക്കൊത്താശ ചെയ്യുന്ന മുഖ്യമന്ത്രിയും തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണെന്ന് ദീപിക ദിനപത്രം മുഖപ്രസംഗം എഴുതി. സജി ചെറിയാന്റെ വിടുവായത്തം തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറായില്ലെന്നാണ് മുഖപ്രസംഗത്തിലെ വിമർശനം. മണിപ്പൂർ വിഷയത്തിൽ ബിഷപ്പുമാർ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി പ്രതികരിച്ചത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എസ് ശ്രീകാന്തും തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷും ചേരുകയാണ്. ആദ്യം ശ്രീകാന്തിലേക്ക്. ശ്രീകാന്ത്, മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ, ഇന്നലെ സജി ചെറിയാന്റെ വാക്കുകൾ, അതിനുശേഷം അത് വിവാദമാകുന്നു. ഇപ്പോൾ അതിനെ ഒന്ന് തണുപ്പിക്കുക എന്ന നിലയിൽ മന്ത്രിമാരുടെ പ്രതികരണങ്ങളും വരുന്നുണ്ടല്ലോ. ഈ പ്രധാനമന്ത്രിയെ മുൻനിർത്തി BJP ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലേക്ക് കടന്നു കയറാൻ വലിയ തോതിൽ ശ്രമം നടത്തുന്നതിനിടെയാണ് മന്ത്രി സജി ചെറിയാന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രസ്താവന വരുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി കൂടി ആ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചതോടെ കൂടുതൽ വിവാദം ആളിക്കത്തി. ഇന്ന് ദീപിക പത്രത്തിലും അതോടൊപ്പം തന്നെ മറ്റ് സാമുദായിക വിഭാഗങ്ങളും മതമേലധ്യക്ഷന്മാരും ഈ വിഷയത്തിൽ രൂക്ഷമായ പ്രതികരണങ്ങളുമായി രംഗത്ത് വരികയും ചെയ്തു. തുടർന്നാണ് സംഭവം ഒന്ന് തണുപ്പിക്കാൻ മന്ത്രിമാർ ഇടപെടുകയുണ്ടായത്. മധ്യകേരളത്തിൽ നിന്നുള്ള 2 മന്ത്രിമാരാണ്. ഇടുക്കിയിൽ നിന്ന് ഉള്ള റോഷി അഗസ്റ്റിനും അതോടൊപ്പം കോട്ടയത്ത് നിന്നുള്ള മന്ത്രി VN വാസവനുമാണ് ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയത്. റോഷി അഗസ്റ്റിൻ പറഞ്ഞത്, ഇത് സർക്കാരിൻ്റെ നിലപാടല്ല, ഏതെങ്കിലും വ്യക്തികൾ ഇത്തരത്തിൽ സ്വന്തം നിലയിൽ പറയുന്ന പ്രതികരണങ്ങൾ അത് സർക്കാർ നിലപാടായി വ്യാഖ്യാനിക്കേണ്ടതില്ല എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇന്ന് പറയുകയുണ്ടായി. മറ്റ് ഒരാൾ VN വാസവനാണ്. VN വാസവൻ ചൂണ്ടിക്കാണിച്ച കാര്യം, ഇത് ഇന്നലെ മുഖ്യമന്ത്രി ശ്രമിച്ചത് ഏതെങ്കിലും തരത്തിൽ ബിഷപ്പുമാർ നടത്തിയ സന്ദർശനത്തെ അവഹേളിക്കുന്നതിന് വേണ്ടിയല്ല, അദ്ദേഹം ഒരു വ്യക്തത വരുത്താൻ ശ്രമിച്ചതാണ്. പ്രധാനമന്ത്രി ഈ മണിപ്പൂർ വിഷയത്തിൽ സംസാരിക്കാതെ ഇത്തരത്തിൽ വിരുന്നിന് ക്ഷണിക്കുന്നത് കാപട്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുകയാണ് ചെയ്തതെന്ന് മന്ത്രി VN വാസവനും പറയുന്നു. അതായത് ഒരു കൺഫ്രണ്ടേഷനിലേക്ക്, ഒരു സംഘർഷത്തിലേക്ക്, തമ്മിലടിയിലേക്ക് പോകാൻ സർക്കാരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് മന്ത്രിമാർ നൽകുന്ന സന്ദേശം. 2 ദിവസമായി തുടരുന്ന ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുക എന്നൊരു ലക്ഷ്യം കൂടി മന്ത്രിമാരുടെ ഈ പരാമർശങ്ങളിൽ ഉണ്ട്. മധ്യകേരളത്തിൽ പ്രധാന വോട്ട് ബാങ്ക് കൂടിയാണ് ക്രൈസ്തവ വിഭാഗം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി വരാൻ പോകുന്ന പശ്ചാത്തലത്തിൽ തൽക്കാലം ആ വിഭാഗത്തെ പിണക്കേണ്ട എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യത. CPIM അത്തരമൊരു നിലപാടിലേക്ക് വന്നേക്കും. ശരി, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി MG പ്രതീഷ് കൂടി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം നമ്മൾ കണ്ടു. പലപ്പോഴും നമ്മൾ ഈ മന്ത്രിസഭയെക്കുറിച്ച് പറയുമ്പോൾ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, കൂട്ടുത്തരവാദിത്തത്തെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ പല മന്ത്രിമാരുടെയും പ്രതികരണങ്ങൾ അത് അവരുടെ വ്യക്തിപരമായ പ്രതികരണമാണ്, പ്രസംഗത്തിൽ വന്ന പ്രയോഗമാണ് എന്നൊക്കെയുള്ള ഈ വിശദീകരണങ്ങളാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കൂട്ടുത്തരവാദിത്വമില്ലാതെ മന്ത്രിമാരുടെ മാത്രം അവരുടെ വ്യക്തിപരമായ പരാമർശമാണത്, പ്രസംഗത്തിലെ പ്രയോഗമാണ് എന്ന് ലഘൂകരിക്കാൻ ശ്രമിക്കുകയാണോ CPIM? ക്രിസ്റ്റീന, തീർച്ചയായും. കാരണം നമുക്ക് അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടി വരും. അതേസമയം ഈ സജി ചെറിയാൻ നടത്തിയ ഈ ഒരു പരാമർശത്തെ പൂർണ്ണമായും CPIM ഈ ഘട്ടത്തിൽ തള്ളുന്നുമുണ്ട്. കാരണം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണവും അത്തരത്തിലായിരുന്നു. കാരണം ഈ ഏതെങ്കിലും തരത്തിൽ മതമേലധ്യക്ഷന്മാർക്ക് അതൃപ്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ പാർട്ടി പരിശോധിക്കുമെന്നും ആ വിമർശനങ്ങൾ അല്ലെങ്കിൽ ആ പ്രതികരണം, പരാമർശം പാർട്ടി നിലപാടല്ല എന്നതുമാണ് പ്രധാനമായും MV ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഈ സജി ചെറിയാൻ നടത്തിയ ഈ പ്രസംഗത്തിനിടെ ഉണ്ടായ ചില പ്രയോഗമാണ്, മറിച്ച് അത് അത്തരത്തിൽ ഒരു വിമർശനമായി കരുതേണ്ട എന്നൊരു നിലപാട് കൂടിയാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം കൃത്യമായി ഇക്കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് കൂടി നിലപാട് CPIM വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ സജി ചെറിയാന്റെ ഭാഗത്ത് നിന്ന് പലതരത്തിൽ ചില പരാമർശങ്ങൾ കൊണ്ടും പ്രതികരണങ്ങൾ കൊണ്ടും വിവാദങ്ങളിലടക്കം ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ തുടർച്ചയായി വീണ്ടും ഇത്തരത്തിൽ പരാമർശങ്ങൾ കൊണ്ട് വിവാദങ്ങൾ ഏർപ്പെടുന്നു. അത് ഈ സഭാ മേലധ്യക്ഷന്മാരടക്കം അതിൽ വലിയ വിമർശനങ്ങൾ വരുത്തുന്നു. മാത്രമല്ല കൂടുതൽ ആളുകൾ ഇതിനെതിരെ രംഗത്ത് വരുന്നു. പ്രതിപക്ഷമടക്കം അതൊരു രാഷ്ട്രീയ ആയുധമായി മാറ്റുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് എന്തായാലും സജി ചെറിയാന്റെ ആ ഒരു പരാമർശത്തെ പൂർണ്ണമായും CPIM തള്ളുന്നത്. അത് പാർട്ടി നിലപാടല്ല എന്ന് പാർട്ടി സെക്രട്ടറി തന്നെ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ മണിപ്പൂരിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളടക്കം നമ്മൾ അറിയണം, അല്ലെങ്കിൽ അതുകൂടി മനസ്സിലാക്കണമെന്ന ഒരു പ്രതികരണം കൂടി പാർട്ടി സെക്രട്ടറി നടത്തുന്നുണ്ട്. മണിപ്പൂരിൽ പള്ളികൾ തകർക്കുന്നു, ക്രൈസ്തവ വിശ്വാസികൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. പക്ഷേ എന്തുകൊണ്ട് പ്രധാനമന്ത്രി മണിപ്പൂരിലടക്കം സന്ദർശനം നടത്തുന്നില്ല? മണിപ്പൂർ
സിംഗപ്പൂരിൽ സന്ദർശിക്കാത്ത പ്രധാനമന്ത്രി കേരളത്തിലടക്കം അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ സന്ദർശിക്കുന്നു. ഇതിന്റെ ഒരു കാര്യം അല്ലെങ്കിൽ ഇതിന് പിന്നിലുള്ള ഒരു രാഷ്ട്രീയം ഉൾക്കൊള്ളണമെന്ന് കൂടി CPM നിലപാടായി പറയുന്നുണ്ട്. അതേസമയം ഏതെങ്കിലും തരത്തിൽ ഈ സജി ചെറിയാന്റെ പ്രതികരണം അല്ലെങ്കിൽ പരാമർശം ക്രൈസ്തവ സമുദായങ്ങൾക്കിടയിൽ അതൃപ്തി അല്ലെങ്കിൽ അവർക്കൊരു നീരസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി പാർട്ടി പരിശോധിക്കുമെന്ന് കൂടി ഇപ്പോൾ CPM വ്യക്തമാക്കുന്നുണ്ട്. ക്രിസ്റ്റീന. ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് S. ശ്രീകാന്തും തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷും.